ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിളിക്കാറ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അച്ഛനെയും അമ്മയെയും സഹോദരരെയും കൊല്ലുന്ന മക്കൾ, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ, കൂട്ടക്കൊലകൾ, സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാര കാര്യങ്ങളിൽ വരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമമാകും. ലഹരി, സോഷ്യൽ മീഡിയ അടക്കം പല ഘടകങ്ങളാണ് ആളുകളെ ഇങ്ങനെ അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. എന്തായാലും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. ഈ ദുസ്ഥിതി മാറിയേ പറ്റൂ. ജീവിതമാകണം ലഹരി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. കയ്യടി നേടാനുള്ള സിനിമാ വാചകത്തിനും അപ്പുറം അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കണം, ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആരുമുണ്ടാകില്ല. അക്രമമല്ല ഒന്നിന്റെയും പരിഹാരം. അതുകൊണ്ട് എന്ത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് പിടിച്ചു പോകുന്ന മലയാളിയുടെ ആ മഹത് ശീലം നമുക്ക് തുടരാം. അതിക്രമങ്ങൾക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്ന ലൈവത്തോണിൽ ഞാനും അണിചേരുന്നു. നന്ദി.